ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ലെഗ് സെമി ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിലുള്ള പോരാട്ടം ശരിക്കും ഒരു ആബ്സല്യൂട്ട് സിനിമയായിരുന്നു. വോട്ട് എ ഗെയിം, ഒന്നും പറയാനില്ല. ആവേശം ആറാടിയ ഒരു മത്സരം തന്നെയായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആവേശം ആറാടി, എന്തും സംഭവിക്കാന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. 6 ഗോളുകളാണ് ഈ മത്സരത്തിൽ മൊത്തം പിറന്നിരിക്കുന്നത്. 3-3 പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. പക്ഷെ ശരിക്കും ഒരു ത്രില്ലർ കണ്ട ഒരു അനുഭൂതിയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. 30ാമത്തെ സെക്കൻഡിൽ ആരും പ്രതീക്ഷിക്കാതെ ആദ്യം തന്നെ ഇന്റർ മിലാൻ ലീഡ് എടുക്കുന്നു. സാധാരണഗതിയിൽ ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ഏർലി ഗോൾ ഇന്റർ മിലാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ഗംഭീര ഗോൾ തന്നെയായിരുന്നു. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു മാർക്കസ് തുറാം നടത്തിയത്. ഒരു ബാക്ക് ഹീൽ ഫ്ലിക്കിലൂടെയാണ് തുറാം സ്കോർ ചെയ്ത് ബാഴ്സലോണയെ ഞെട്ടിച്ചത്. അതിന് വഴിയൊരുക്കിയതാകട്ടെ ഡംഫ്രീസിന്റെ ക്രോസിൽ നിന്നായിരുന്നു ആ ഒരു ഗോള്. അത് കഴിഞ്ഞ് ബാഴ്സലോണ തിരികെ വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ കളിയുടെ ഗതിക്ക് വിപരീതമായിട്ട് വീണ്ടും 21ാം മിനിറ്റിൽ ഇന്റർ മിലാൻ 2ാമത്തെ ഗോൾ നേടി. അതൊരു സെറ്റ് പീസിൽ നിന്നായിരുന്നു. ഡിമാർക്കോയുടെ കോർണറിൽ നിന്ന് അഷർബിയുടെ സഹായത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഹെഡറിൽ നിന്നാണ് പിന്നീട് ആ ഒരു ഗംഭീരമായ ഗോള് ഡംഫ്രീസ് സ്വന്തമാക്കിയത്. ഒരു ഓവർഹെഡ് കിക്കിലൂടെയാണ് ഡംഫ്രീസ് ഫിനിഷ് ചെയ്തത്. ഡംഫ്രീസ് ആണെങ്കിൽ പരിക്കൊക്കെ മാറി തിരിച്ചെത്തിയ ആദ്യത്തെ മത്സരം, അതായത് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ മത്സരത്തിന് ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ 2-0 ലീഡ് സ്വന്തമാക്കി ഇന്റർ മിലാൻ ശരിക്കും ബാഴ്സലോണയെ ഞെട്ടിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് പക്ഷേ ബാഴ്സലോണ പെട്ടെന്ന് തന്നെ അവർ മത്സരത്തിലേക്ക് തിരികെ വന്നു. 21ാം മിനിറ്റിൽ 2ാമത്തെ ഗോൾ വഴങ്ങി 2-0 പിന്നിൽ നിൽക്കുന്നു. പിന്നീട് 3 മിനിറ്റിനകം വീണ്ടും ഒരു ഗോൾ മടക്കാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചു. അങ്ങനെ സ്കോർ 2-1 ആകുന്നു. ലെമീൻ യമാലിന്റെ ഒരു ബ്രില്യൻസ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. യമാലിന്റെ സോളോ ഗോളായിരുന്നു. യമാലാണ് ശരിക്കും കളിയുടെ ഗതി വീണ്ടും തിരിച്ചു വിട്ടത്. യമാലിന്റെ ആ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്മരികത, വെറും 17 വയസ്സുള്ള പ്ലെയറിന്റെ ആ ഒരു മാജിക് വ്യക്തമാക്കുന്ന ഒരു ഫിനിഷ് ആയിരുന്നു. ടേൺ ചെയ്തുകൊണ്ട് ഇന്റർ മിലാൻ ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്തായിരുന്നു ആ ഒരു ഇടങ്കാലൻ ഷോട്ട്. ഒന്നും പറയാനില്ല, ഒരു മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഗോൾ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 38ാം മിനിറ്റിൽ വീണ്ടും സ്കോർ ചെയ്യുന്നു ബാഴ്സലോണ. അങ്ങനെ സ്കോർ 2-2 ആകുന്നു. ഇത്തവണ ഫെറാൻ ടോറസിന്റെ വകയായിരുന്നു ആ ഒരു ഗോള്. ആ ഗോളിന് വഴിയൊരുക്കിയത് റഫീനി ആയിരുന്നു. റഫീനിയുടെ ഹെഡർ പാസിൽ നിന്നായിരുന്നു ഫെറാൻ ടോറസിന്റെ ഗോൾ. അതിനു മുമ്പ് ഫെറാൻ ടോറസിന് 2 ചാൻസ് ഒക്കെ കിട്ടിയിരുന്നു, അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ സ്കോർ 2-2 ആക്കാൻ ടോറസിന് സാധിച്ചു. ലെവൻഡോസ്കിയുടെ അഭാവത്തിൽ ആ ഒരു ഗോൾ നേടാൻ സാധിച്ചത് ടോറസിന് വലിയൊരു ആശ്വാസമായി മാറി. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഇന്റർ മിലാൻ ശരിക്കും ഒന്ന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചത് ബാഴ്സലോണ തന്നെയായിരുന്നു. നമ്മൾ ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത് മനസ്സിലാവും. 72% പൊസഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 19 ഷോട്ടുകളും 9 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് ബാഴ്സലോണ ഉതിർത്തത്. ഇന്റർ മിലാൻ ആണെങ്കിൽ 7 ഷോട്ടും 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ്. പക്ഷേ ഇന്റർ മിലാന് വലിയൊരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം. കാരണം ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ അത്രയും മൈറ്റി ആയിട്ട് കളിക്കുന്ന, മികച്ച മുന്നേറ്റ നിരയും മികച്ച ഫോമിൽ കളിക്കുന്ന ബാഴ്സലോണയ്ക്കെതിരെ നല്ല പെർഫോമൻസ് തന്നെ ഇന്റർ മിലാന് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്റർ മിലാന്റെ ഒരു സ്ട്രാറ്റജിയും ബാഴ്സലോണയുടെ സ്ട്രാറ്റജിയും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കളിക്കുന്ന ടീമുകളാണ്. പക്ഷേ ഇന്റർ മിലാൻ കിട്ടിയ അവസരങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ബാഴ്സലോണയെ ശരിക്കും ഞെട്ടിക്കാൻ, അവർക്ക് ഷോക്ക് നൽകാൻ ഇന്റർ മിലാൻ സാധിച്ചു. ഇൻസാഗിയുടെ ആ ഒരു ടാക്ടിക്സ്, കറക്റ്റായിട്ട് കിട്ടിയ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് എതിരാളിക്ക് പ്രഹരം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ടാക്ടിക്സ് ശരിക്കും വർക്കൗട്ടായി എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിലും ബാഴ്സലോണ തന്നെയായിരുന്നു ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഇന്റർ മിലാൻ വീണ്ടും സ്കോർ ചെയ്തു. ആദ്യം സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്തത് ഇന്റർ മിലാനായിരുന്നു. 63ാം മിനിറ്റിൽ ഡംഫ്രീസ് വീണ്ടും സ്കോർ ചെയ്യുകയായിരുന്നു. മത്സരത്തിലെ 2ാമത്തെ ഗോളാണ് ഹെഡറിലൂടെ ഡംഫ്രീസ് നേടിയത്. അതിനുശേഷം പക്ഷെ പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയാം 65ാം മിനിറ്റിൽ റഫീനിയ 3-3 ആക്കി സ്കോർ. അതായത് വിട്ടുകൊടുക്കാൻ ബാഴ്സലോണ തയ്യാറല്ല എന്ന് സൂചന നൽകുന്ന രീതിയിലുള്ള ഒരു ഒന്നാന്തരം സ്ട്രൈക്ക് തന്നെയായിരുന്നു. 25 യാർഡ് അകലെ നിന്നുള്ള ഒരു സ്ക്രീമർ എന്ന് പറയാൻ പറ്റും. അത് ശരിക്കും ഗോൾ അനുവദിച്ചിരിക്കുന്നത് സെൽഫ് ഗോൾ ആയിട്ടാണ്. അതായത് യാൻ സോമറിന്റെ സെൽഫ് ഗോൾ ആയിട്ടാണ് അത് അനുവദിച്ചിരിക്കുന്നത്. കാരണം റഫീനിയയുടെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി, പിന്നെ യാൻ സോമറിന്റെ ദേഹത്ത് തട്ടിയാണ് അത് വലയിൽ പതിച്ചത്. അങ്ങനെ സ്കോർ 3-3 ആവുന്നു. അതിനുശേഷവും ഒരുപാട് ഡ്രാമയും മെലോ ഡ്രാമയും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. മിഖിതാരിയൻ 4ാമത്തെ ഗോൾ ഇന്റർ മിലാന് നേടിയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ജസ്റ്റ് ഓഫ്സൈഡായി മാറുകയായിരുന്നു. അതിനുശേഷം ബാഴ്സലോണ ലീഡിന് വേണ്ടിയുള്ള ശ്രമം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 2 നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. ലെമിനെ യമാലിന് ഒരു ഗംഭീര ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ക്രോസ് ബാറിൽ തട്ടി ഗോളാകാതെ പോയി. പിന്നെ അവസാനം റഫീനിയയുടെ ഭാഗത്ത് നിന്ന് ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് യാൻ സോമർ കഷ്ടിച്ച് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. യമാലിന്റെ ഒരു പെർഫോമൻസും പിന്നെ ഡംഫ്രീസിന്റെ ഒരു പെർഫോമൻസും, ഇത് രണ്ടും ആണ് ഈ ഒരു മത്സരത്തിലെ ഏറ്റവും ഒരു നിർണായകമായുള്ള ഒരു
മാറ്റം ഉണ്ടാക്കിയത്. കാരണം യമാലാണെങ്കിൽ 2 വുഡ് വർക്കാണ് യമാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ഒറ്റയ്ക്ക് കളി തിരിച്ചുവിടാൻ പറ്റുന്ന യമാലിന്റെ ആ ഒരു ഡിസ്പ്ലേ അത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഡംഫ്രീസ് ആണെങ്കിൽ പരിക്കൊക്കെ മാറി തിരിച്ചെത്തിയതാണ്. അത് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ ഗംഭീരമായുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 2 ഗോളുകളും 1 അസിസ്റ്റുകളും നേടിയാണ് ഡച്ച് താരം കളിയിലെ താരമായി മാറിയത്. എന്തായാലും ഒരു വലിയ ടാസ്ക് തന്നെയാണ് ബാഴ്സലോണയെ ഇനി കാത്തിരിക്കുന്നത്. അടുത്ത ആഴ്ച നടക്കുന്ന 2ാം ലെഗ് സെമി സാൻ സിറോയിലാണ്. അപ്പം ആദ്യ ലെഗ് ഇപ്പം 3-3 സമനിലയിൽ അവസാനിച്ചതോടുകൂടി ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട് ഒരു നോൺ എക്സിസ്റ്റന്റ് ആയി മാറി. അപ്പൊ ഇനിയിപ്പോൾ ഒരു ഫ്രഷ് മത്സരം എന്നുള്ള രീതിയിൽ തന്നെ സാൻ സിറോയിലെ പോരാട്ടത്തെ കാണേണ്ടി വരും. പക്ഷേ സാൻ സിറോയിൽ അത്ര കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല ബാഴ്സലോണയ്ക്ക്. കാരണം ഇന്റർ മിലാന്റെ തട്ടകമാണ്. അവരുടെ ആരാധകരുടെ വമ്പൻ പിന്തുണ മിലാൻ ഉണ്ടാകും. അതുകൂടാതെ തന്നെ സ്വന്തം തട്ടകത്തിൽ കുറച്ചും കൂടെ മികച്ച ഒരു പെർഫോമൻസ് ഇന്റർ മിലാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മത്സരം ഒരു ബാലൻസ്ഡ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചത്തെ ആ ഒരു സൂപ്പർ 2ാം ലെഗ് സെമിക്കായിട്ട് കാത്തിരിക്കാം. പിന്നെ ഈ ഒരു മത്സരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ബാഴ്സലോണയുടെ ഭാഗത്തു നിന്ന് ഡിഫൻസിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഏകോപനക്കുറവ് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ ഗോളുകളൊക്കെ വന്നത്. സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിൽ അവർക്ക് പാളിച്ചകൾ സംഭവിച്ചു. ഷെസ്റ്റിയും ഡിഫൻഡേഴ്സും തമ്മിലുള്ള ഒരു ധാരണക്കുറവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.